தம்பி கீழே இறங்கு. தம்பி கீழே இறங்குப்பா ப்ளீஸ். நான் கீழே இறங்குப்பா. நான் போகல கீழே இறங்குப்பா. സാമിയേ ശരണമയ്യപ്പ. എന്തുവാ? സാമിയേ ശരണമയ്യപ്പ. ഒന്നും കൂടെ പറയാം, സാമിയേ ശരണമയ്യപ്പ. അയ്യോ, എനിക്കിപ്പം നല്ല ചിരി വരുന്നുണ്ട്. കാരണം അഹങ്കാരം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. പിണറായി വിജയൻ്റെ 6 വോട്ടിന് ഇപ്പോൾ 6 മണ്ഡലത്തിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കിയോ. ഇദ്ദേഹത്തിന് വോട്ട് കുറവാണ്. സ്വന്തം മണ്ഡലത്തിൽ പോലും വോട്ടില്ല. ഇനിയിപ്പം എന്താ പറയണ്ട, ജയിച്ചോട്ടെ, എത്ര വോട്ടിന് വേണേലും ജയിച്ചോട്ടെ, സ്വന്തം മണ്ഡലത്തിൽ പോലും ആൾക്കാർ വോട്ട് കൊടുക്കുന്നില്ല. എൻ്റെ പൊന്നോ, റഷീദ് എന്ന് പറഞ്ഞ പുള്ളി വിറപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് 1500 വോട്ടോളം ലീഡും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സഖാവ് പിണറായിക്ക് വരുന്നത്. ഇതിൽ കൂടുതലൊരു നാണക്കേടുണ്ടോ? ഇതിൽ കൂടുതലൊരു നാണക്കേട്. ഇത് സന്തോഷിക്കുന്നവരൊന്ന് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബും കൂടെ ചെയ്തു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റും കൂടെ ആയപ്പോൾ എനിക്കെന്താ പറയണ്ടേ, 10 വർഷം കേരളം ഭരിച്ചൊരു മുഖ്യമന്ത്രിയാണ്. എല്ലാവരും പറയുന്നത് അയാൾ തോക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അയാൾ തോക്കുമ്പോഴും എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. സത്യം പറഞ്ഞാൽ 10 വർഷം ഭരിച്ചിട്ട് ഇങ്ങനെ പോകുമ്പം ഒരു മനുഷ്യൻ്റെ ചങ്ക് പൊട്ടുന്നൊരു സംഭവമുണ്ട്. പക്ഷെ ഇവറ്റകൾക്കൊക്കെ ആഘോഷിക്കാം. മീൻസ് നമ്മുടെയൊക്കെ പാർട്ടിയിലുള്ളവരാണെങ്കിൽ ഇവരൊക്കെ ആഹ്ലാദിക്കും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, 10 വർഷം ഭരിച്ചിട്ട് എനിക്കെന്തോ ഒരു ചെറിയൊരു സങ്കടം തോന്നുന്നു. എൻ്റെ ചിരിയിലൂടെ സങ്കടം മനസ്സിലായി കാണുമായിരിക്കും. ഒരു പാട്ട് വെച്ചുതരാം. പിള്ളേരൊക്കെ അങ്ങ് സന്തോഷിക്കുകയാണ് നമ്മുടെ വൈഷ്ണവിയൊക്കെ. ഓക്കെ, ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ്. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ എന്നും പറഞ്ഞുള്ള പോസ്റ്റ് രാഹുൽ ഇട്ടതാണ്. ഈ പാർട്ടി നാണം കെട്ട് ഒരു പരുവായി കാണും. ഇപ്പം എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാലക്കാട് എൻ്റെ ഉള്ളു ഇനി അറിയേണ്ടത്, പിഷാരടി ജയിക്കുമോ? എനിക്ക് മെയിനായിട്ട് ഇനി അത് അറിയണ്ടേ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് ഞാനൊരു മുതലിനെ കാണിച്ചു തരാം. വേണ്ടേ, ഇങ്ങനെ എൻ്റെ പൊന്നു മനുഷ്യ ഉള്ള കാര്യം പറയാലോ. നിങ്ങൾ ജയിച്ചില്ലെങ്കിലും നിങ്ങളുടെ വേറെ ലെവലെന്ന് ഞാൻ പറയാം. എന്തായാലും ഇപ്പോഴും വോട്ടിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പിണറായിക്ക് വോട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ അത് വേറെ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അതിനോട്ടൊക്കെ പോകാം. രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം, അയാൾ എന്താ പറയണ്ടേ, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ചപ്പോൾ പുള്ളി അവിടെ കിടന്ന് ആഹ്ലാദിക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ പിന്നെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല, എനിക്ക് വയ്യ, എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് മാത്രം. നിങ്ങളുടെ അഭിപ്രായം കൂടി ഇടണേ. നമുക്ക് ഓരോ വീഡിയോസുകളൊക്കെ ഇരുന്ന് കാണാം. ഇതാണ് അതുപോലെ തന്നെ ഗണേഷ് കുമാറും ഭയങ്കര പുറയിലാണ്. ഗണേഷിന്റെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 3-4 വർഷം മുമ്പ് ഗണേഷ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം എന്തുകൊണ്ട് ഗണേഷിന് ഇത്ര വോട്ട് കുറയുന്നെന്ന് ഞാൻ ആലോചിച്ച് അത്ഭുതപ്പെട്ടു പോയത്. വേറെ ഒന്നും കൊണ്ടല്ല, ഉമ്മൻചാണ്ടിയുടെ ഒറ്റ കാര്യം കൊണ്ട്. ഗണേഷ് കുമാറിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ്, ഞാൻ ഉള്ളായിരുന്നു തോന്നുന്നു പറയില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയോട് ചെയ്ത ആ ദ്രോഹത്തിൻ്റെയാണ് ഇപ്പം അയാൾ ഏറ്റവും കൂടുതൽ പിന്നിൽ ഇപ്പം നിൽക്കുന്നത്. ഇപ്പം മുന്നിൽ കയറിയെന്ന് എനിക്കറിയില്ല, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ വീണ ജോർജ്, അവളൊക്കെ ഇരുന്ന് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതും പിന്നിലാണ്, ഭയങ്കരമായിട്ട് പിന്നിലാണ്. ഞാൻ എന്താ പറയുക, കേരളത്തിലെ ജനങ്ങളെ മണ്ടരാന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉള്ളായിരുന്നു പറഞ്ഞല്ലോ. പക്ഷെ അങ്ങനെയല്ല, മലയാളികൾക്ക് ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ വട്ടം കിറ്റ് കിട്ടിയപ്പം തനി ഗുണം കാണിച്ചെന്നൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു തെറ്റ് തിരുത്തി ഇപ്പോൾ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ ഇതും കൂടെ കാണും നിങ്ങളെ. ഇന്നത്തെ രാവിലത്തെ ന്യൂസാണ്. പുറകിലാണ് എന്നതാണ്
സ്ഥിതി. അതായത് കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും ഈ ആക്സിസ് ബൈ ഇന്ത്യയുടെ പ്രവചനം ഏതാണ്ട് ശരിയായി വരികയാണ്. കേരളത്തിന്റെ കണക്കിലാണെങ്കിൽ 90 എന്ന സംഖ്യ പ്രവചിച്ച ഏക എക്സിറ്റ് പോൾ ആക്സിസ് ബൈ ഇന്ത്യയാണ്. TVK തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചത് ഈ ആക്സിസ് ബൈ ഇന്ത്യയാണ്. ബംഗാളിലടക്കം ആക്സിസ് ബൈ ഇന്ത്യയുടെ പ്രവചനത്തോട് അടുത്ത് നിൽക്കുന്ന പോരാട്ടമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് UDF രാവിലെ രണ്ടുപേരും കട്ടക്കായിട്ട് നിൽക്കുകയായിരുന്നു. അവസാനം കോൺഗ്രസ് വന്നങ്ങ് തൂക്കി. മെയിൻ ആയിട്ടുള്ള സാധനം ഇതാണ്. എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് ഒന്ന് നോക്കി വെച്ചേക്കണേ. എന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് നടന്നുകൊണ്ടിരുന്നത്? 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആയിരുന്നല്ലോ. നിയാസിനെ വിളിക്കുമോ? നിയാസിനെ ഒരു മിനിറ്റ്, കായംകുളത്തെ പറഞ്ഞില്ല. നമ്മുടെ പ്രതിഭാഹരിയേക്കാളും 6,000 വോട്ട് ഇപ്പൊ ലീഡിൽ നിൽക്കുന്ന എം ലിജു ആണ്. അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം സ്വന്തം മോന്റെ കഞ്ചാവ് കേസുകെട്ടിലും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയിട്ട് കുറെ ആൾക്കാരെ, അതായത് ഇത് പൊക്കിയ പോലീസുകാർക്ക് സസ്പെൻഷനും കാര്യങ്ങളും കൊടുത്തൊരു മുതലാണ് ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. എന്നിട്ട് സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഇറക്കി ഒരു നേതാവ് മോശമായിട്ട് എന്തോ സംസാരിച്ചെന്നും പറഞ്ഞിട്ടുള്ള സെന്റിമെന്റ്സ് ഇറക്കി ആ സ്ത്രീ. ഈ അടുത്ത സമയത്ത് ഒരുപാട് കേസ് കേട്ടില്ല. അവിടുത്തെ അഴിമതികൾ എന്ന് വെച്ചാൽ അതുപോലെ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും കണ്ടോടാത്തൊരു വ്യക്തിയാണ് കായംകുളത്ത് MLA. അവരിപ്പോൾ തോക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത്. ഒരുപാട് ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട്. വാസവനൊക്കെ ഇത് മൂലയ്ക്ക് പോയിരിക്കുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് സത്യം പറഞ്ഞാൽ. നിക്ക് കൊടുവള്ളിയിൽ 10,000-ലേക്ക് PK ഫിറോസിന്റെ ആദ്യത്തെ വിജയമാണ്. അദ്ദേഹം താനൂരിലൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. കൊടുവള്ളിയിൽ നിന്ന് ഉറച്ച സീറ്റിൽ നിന്ന് 10,000-ലേക്ക് ലീഡ് ഉയർത്തി ആദ്യമായി നിയമസഭയിലേക്ക് പോകുന്നു. പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ? നമ്മുടെ സച്ചിൻ ദേവ് ഉണ്ടല്ലോ, നമ്മുടെ ആര്യയുടെ ഹസ്ബൻഡ്, മേയർ ആര്യയുടെ, അവനും പിന്നില്ല. ഒരു കുടുംബം, യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ശാപം അത് അവനെ ശരിക്കും അടിച്ചിട്ടുണ്ട്. അവനും അവന്റെ കുടുംബത്തിനും. വീട്ടിൽ ഇരിക്കേണ്ട ഭാര്യ ഇരിക്കുന്ന പോലെ അവനും. ഇനി നമുക്കിത് കാണാം. ഒരൊറ്റ വനിതാ MLA കോൺഗ്രസിന് കിട്ടിയത് ഉമാ തോമസ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോഴാണ് കോൺഗ്രസിന്. ഇത്തവണ ഒരു കൂട്ടം വനിതകൾ കോൺഗ്രസിന്റേതായി നിയമസഭയുണ്ടോ? എത്ര വനിതാ മന്ത്രിമാർ വരും? എനിക്കിപ്പോ അതാലോചിച്ച് ആശങ്കയായി തുടങ്ങി. UDF ആരൊക്കെ മന്ത്രിമാരാകും? ഇനി മന്ത്രിസഭയുടെ പേരിൽ എന്താണ് നടക്കാൻ പോകുന്നത്? നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും വൻ വിജയം നേടുകയാണ്. വനിതാ ഒരു സ്റ്റേജിലേക്ക് നീങ്ങുകയാണ്. അദ്ദേഹം ലീഡ് ഉയർത്തി 3,214 തന്നെ സ്റ്റാലിൻ ചൂണ്ടിക്കാണിക്കുന്നു കേരള കോൺഗ്രസ് തകർന്നടിയുകയാണ്. ചങ്ങനാശ്ശേരിയിൽ ഒഴിച്ച് മറ്റൊരിടത്തും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇപ്പോൾ ലീഡില്ല. ഒരു പാർട്ടിയുടെ അവസ്ഥ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് എന്ത് അവസ്ഥയാണെങ്കിലും ശരി, കോൺഗ്രസ് ഇപ്പൊ കയറുന്നുണ്ട്. ഇത് കോൺഗ്രസിന് കിട്ടുന്ന ഒരു ചാൻസാ. ഈ ഒരു ചാൻസിൽ നല്ല ഭരണവും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് ഇനി അടുത്ത കൊല്ലവും കോൺഗ്രസ് തന്നെ നോക്കും. നല്ല ഭരണം കാഴ്ചവെക്കണം. സ്ത്രീകൾക്ക് ഈ പറയുന്ന കൂട്ട് ബസ് യാത്രയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് അവർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ട്രയൽ വീഡിയോ മാത്രം, ഞാൻ ചുമ്മാ ഒന്ന് ചെയ്യുന്നൊരു വീഡിയോ, ഒന്ന് സംസാരിച്ചു പോകാൻ വേണ്ടി. ഇനിയാണ് മെയിനായിട്ട് ഓരോ വ്യക്തിയുടെ എടുത്തെടുത്ത് സംസാരിക്കാനിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചു. ഇതൊരു ചുമ്മാ ഒരു വീഡിയോ ആണ്, എൻ്റെ ഒരു ട്രയലാണ്. ഇനി നമുക്ക് നല്ല കാര്യങ്ങളായിട്ട് വരാം. ബൈ, ലവ് യു.